ഈ അത്തച്ചമയം പ്രോഗ്രാം ഫസ്റ്റ് എന്നെയായിരുന്നു വിളിച്ച് പറയുന്നത് M4 മാരിന്ന്. അപ്പോൾ ഇയാളോട് വിളിച്ചപ്പോൾ ഓക്കെ നമുക്ക് പോവാം, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആവില്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എങ്ങനെയാണ് സംഭവങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് വിചാരിച്ചതൊന്നല്ല അല്ലേ. ഞങ്ങൾ കോഴിക്കോട്ടുകാരാണ്. അപ്പം ഇവിടെ വന്നപ്പോഴാണ്, ഈ തൃപ്പൂണിത്തുറയിൽ വന്നപ്പോഴാണ് അത്തച്ചമയം എന്ന് പറയുന്ന ഈ നാടിൻ്റെ വലിയൊരു ആഘോഷമാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഡെമോ മാരേജിന് വേണ്ടി വന്നതാണ് ഞങ്ങൾ. രാവിലെ ഒരുങ്ങി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോയത്. അത് നല്ലൊരു അനുഭവമായിരുന്നു. കാരണം നമ്മുടെ കല്യാണത്തിനൊക്കെ പോണ പോലെ നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കുക തന്നെയായിരുന്നു. ഇത് നല്ല രീതിയിൽ പോകണേ മുന്നോട്ട് എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഷൂട്ട് തന്നെ ഈ അമ്പലത്തിൽ വന്നപ്പം ശരിക്കും അതൊരു നല്ലൊരു അനുഗ്രഹം പോലെ തോന്നിയില്ലേ. ഫസ്റ്റ് എനിക്ക് ഇങ്ങോട്ടാണ് റിക്വസ്റ്റ് അയച്ചത്. അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് സംസാരിച്ചു, ചാറ്റ് ചെയ്തു. ഒരാഴ്ച അല്ലേ. താങ്കൾ എന്തുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തത്? ഓപ്പണാണ്, വളരെ ഓപ്പണാണ്. എന്തോ എനിക്ക് പറ്റുമെന്ന് തോന്നി. ഞാൻ നന്നായി സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ആളല്ല, പക്ഷേ എന്തുകൊണ്ടും എനിക്ക് സംസാരിച്ചപ്പോൾ എനിക്ക് പറ്റുമെന്ന് തോന്നി. M4 മാരിയിൽ ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ എനിക്ക് കുഴപ്പമില്ല, പ്രൊഫൈൽ നോക്കിയിട്ട് കുഴപ്പമില്ലാത്ത പ്രപ്പോസൽസ് ഞാനും റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ആക്സെപ്റ്റ് ചെയ്ത പ്രപ്പോസൽസും ഉണ്ട്. പക്ഷെ എന്തോ എനിക്ക് ഇത് ഓക്കെ ആണെന്ന് തോന്നി. എന്താണ് ഇവിടുന്ന് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടി. ഒരുപാട് പേര് ഞങ്ങൾ ആ ഒരു ഇതിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് പേര് അനുഗ്രഹിച്ചു. അത് ആ ഒരു ഇരിപ്പ് കണ്ടിട്ടോ എന്താണെന്ന് അറിയില്ല, അവർ അനുഗ്രഹിച്ചു. ശരിക്കും ഞങ്ങൾ അത് ശരിക്കും നല്ലൊരു ബ്ലെസ്സിങ് ഞങ്ങൾക്ക് കിട്ടിയ പോലെ തന്നെയാണ് വിചാരിക്കണേ. ഏകദേശം ഒരു കംപ്ലീറ്റ് കൊച്ചിയിലെ ആൾക്കാർ മുഴുവൻ ഈ തൃപ്പൂണിത്തുറയിൽ ഇന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് തീരെ അറിയാത്ത ആൾക്കാർ നമുക്ക് വിശ്വസിച്ച് അറിയുക, കൈകൊണ്ട് വേവ് ചെയ്യുക. വളരെ നല്ല സന്തോഷമായി.